ഹായ്. അപ്പോൾ ആപ്പിൾ iOS 27 റിലീസ് ചെയ്തിട്ടുണ്ടല്ലോ. സോ അത് ആക്ച്വലി ഒരു മേജർ അപ്ഡേറ്റ് ആണ്. അതിൽ കുറേ ആപ്പിൾ ഇൻ്റലിജൻറ്റ് ഫീച്ചേഴ്സും കുറേ എൻഹാൻസ്മെൻറ്റ്സും ഒക്കെ ഉണ്ട്. സോ അതിൽ എന്തൊക്കെയാണ് അതിൽ പുതിയതായിട്ട് വന്ന ആപ്പിൾ കൊണ്ടുവന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ലോക്ക് സ്ക്രീൻ തന്നെ തുടങ്ങാം. ഈ ലോക്ക് സ്ക്രീനിൽ പറയുമ്പോൾ കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നുമില്ല. ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നത് അതാണെങ്കിൽ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് വാൾപേപ്പർ യൂസ് ചെയ്ത് എൻഹാൻസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം കസ്റ്റമൈസ് അടിച്ചു, ഇത് കുറച്ചുകൂടെ നമുക്കൊരു എൻഹാൻസ്ഡ് വ്യൂ കിട്ടണമെങ്കിൽ, അല്ലെ എക്സ്റ്റെൻഡ് വ്യൂ കിട്ടണമെങ്കിൽ ഇതിവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് വേണ്ട പ്രൊപ്പോർഷൻ വെക്കുക, എക്സ്റ്റെൻഡ് കൊടുക്കാം. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ബാക്കി പോർഷൻസ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചുകൂടെ നൈസ് ആക്കി തരും. ഇനി അടുത്തത് ഈ ക്ലോക്ക് ഫേസസിലാണ്. ക്ലോക്ക് ഫേസസിൽ പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല, പഴയ ക്ലോക്ക് ഫേസസ് തന്നെയാണ് വരുന്നത്. ഇതിൽ മാറ്റം എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് വളരെ ചെറുതാക്കാം. കണ്ടോ? നമുക്കിങ്ങനെ ഭയങ്കര മിനിമലായിട്ട് വെക്കാം. അതാണ് ഒരു ചേഞ്ച്. അങ്ങനെ മിനിമലിസം ഇഷ്ടപ്പെടുന്നവർക്ക് ഇറ്റ് ലുക്സ് ഗുഡ്. ഇനി നമുക്കിത് ഓപ്പൺ ആക്കിയാൽ ബാറ്ററി ഐക്കണിൽ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഐക്കൺസിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഡിഫോൾട്ട് അടിച്ചാൽ കാണോ, കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് ലിക്വിഡ് ഗ്ലാസ്സിലാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഒക്കെ. പക്ഷെ അത് നമ്മൾ 26ഉം 27ഉം അഡ്ജസ്റ്റ്മെന്റ് വെച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ചേഞ്ച് വന്നിട്ടുള്ളത് ക്ലോക്ക് ആപ്പിൽ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കുറച്ചുകൂടെ ബോൾഡ് ആക്കിയിട്ടുണ്ട്. നോർമലി ഇത്ര ബോൾഡ് അല്ലായിരുന്നു. നിങ്ങൾക്ക് iOS 26 ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഇത്ര ബോൾഡ് ഫോണ്ടിലല്ലായിരുന്നു മുന്നേ ക്ലോക്ക് ആപ്പ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെയുള്ള AI ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. 3 AI ഫീച്ചേഴ്സ് വന്നിട്ടുള്ളത് ഫോട്ടോസ് ആപ്പിലാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഫോട്ടോ വെച്ച് നോക്കാം. നമ്മളിപ്പോൾ AI ടൂൾസ് എടുത്താൽ നേരത്തെ കാണിച്ച പോലെ ഒരു എക്സ്റ്റെൻഡ് ടൂൾ വരുന്നുണ്ട്. നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോൾ അതല്ല റീഫ്രെയിം, നമുക്കിത് റീഫ്രെയിം ചെയ്യണമെങ്കിൽ സ്പേഷ്യൽ റെക്കഗ്നീഷൻ വെച്ചിട്ട് നമുക്കിത് റീഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ? നമുക്ക് ഇങ്ങനെ എങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ വെച്ചിട്ട് റീഫ്രെയിം അടിച്ചാൽ അത് ചെയ്തോളൂ. ഇനി അതല്ല ക്ലീനപ്പ് ആണെങ്കിൽ, നമുക്ക് ഫോർ എക്സാമ്പിൾ ക്ലീനപ്പ് പണ്ടേ ഉണ്ടായിരുന്നു, പക്ഷെ അത് നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇപ്രാവശ്യം. ഫോർ എക്സാമ്പിൾ ലോഡ് ചെയ്യാറട്ടെ. നമ്മൾ ഇവിടെ ഇപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ പ്രാവിനെ സെലക്ട് ചെയ്തു, അതിട്ട് ക്ലീനപ്പ് ചെയ്ത് കണ്ടോ നന്നായി തരും. പണ്ട് ഇതുപോലെ ചെയ്യില്ലായിരുന്നു, കാരണം പണ്ട് ചുമ്മാ അതവിടെ ഇറേസ് ചെയ്ത് കളഞ്ഞ അവിടെ ബ്ലറാവുക ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ജനറേറ്റീവ് AI വെച്ചിട്ട് അവിടെ ഫില്ല് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ലുക്സ് ബെറ്റർ. ഓക്കെ, സോ ഇതാണ് ഫോട്ടോസ് ആപ്പിൽ വന്ന 3 AI ഫങ്ഷൻസ്. പിന്നുള്ളത് ഇത് മെൻഷൻ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഈ സെർച്ച് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് കട്ട്സ് ഉണ്ടല്ലോ, ഷോർട്ട് കട്ട്സിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇവിടെ പ്ലസ് അടിച്ചു, ഇപ്പം നമുക്ക് എന്ത് ഷോർട്ട് കട്ടാണ് വേണ്ടത് ഇവരെന്തെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്യും. ഇപ്പം ഞാൻ ഇവിടെ പ്രയോറിറ്റൈസ് മൈ ടു ഡു ലിസ്റ്റ് എവരി മോർണിംഗ് കൊടുത്താൽ അത് ജനറേറ്റ് ചെയ്യും. ആ ഷോർട്ട് കട്ട് മൊത്തം ജനറേറ്റ് ചെയ്യും. മുന്നേ ഭയങ്കര പണിയായിരുന്നു, നമ്മൾ തന്നെ കുറേ ഓട്ടോമേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടി വരുന്നു. ഇത് നമുക്ക് വേണ്ടത് നമ്മൾ ബേസിക് ലാംഗ്വേജ് പറഞ്ഞാൽ അത് AI തന്നെ ചെയ്തുതരും, വിച്ച് ഈസ് റിയലി നൈസ്. ഇപ്പോൾ ഷോർട്ട് കട്ട് ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് പ്ലേ ചെയ്ത് നോക്കാം, ഒക്കെ ചെയ്യാം. അലോ ഡ്രൈവ് ലിസ്റ്റ് അലോ കൊടുത്താൽ അത് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യും. ഇത്ര സിമ്പിളാണ് സംഭവം. ഉള്ളത് സഫാരിൻ്റെ ഐക്കണിന് ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ സിരിയുടെ പുതിയ ആപ്പ് വന്നിട്ടുണ്ട്. സോ ഇത് ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ടായ ഫോൺസിൽ വരുന്നുള്ളൂ. അതായത് iPhone 16 തൊട്ട്
ബാക്കി എല്ലാത്തിലും iPhone 15 Pro തൊട്ട് ബാക്കി എല്ലാത്തിലും. ഓക്കെ, ഇനി പുതിയ സിരി വന്നിട്ടുണ്ട്. സിരി ഈസ് നൈസ്, കാണിച്ചു തരാം. നെക്സ്റ്റ് ഈ പ്രിവ്യൂ ആപ്പിന്റെ ഐക്കൺ റീഡിസൈൻ ചെയ്തിട്ടുണ്ട് അവര്, കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ഇപ്പോൾ പുതിയ സിരി എന്ന് പറയുമ്പോൾ ഹേയ് സിരി, യാ പുതിയ സിരി വന്നു, നമുക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ഹേയ് സിരി, ഷോ മീ ഹൗ ടു മേക്ക് എ ചിക്കൻ ബിരിയാണി ഇന്ത്യൻ സ്റ്റൈൽ. ഇപ്പോൾ പുതിയ ആനിമേഷൻ ഇതെല്ലാം വന്നു. Making a classic Indian involves 3 main phases: marinating the chicken par cooking the rice, and layering them together to steam. To start, marinate your chicken pieces in a അപ്പോൾ mixture of ഇങ്ങനെയൊക്കെയാണ്. plain yogurt, ginger garlic paste, lemon juice and spices like turmeric. അപ്പോൾ ഇതാണ് പുതിയ സിരിയൊക്കെ. സംഭവം എന്തായാലും കൊള്ളാം, നൈസ്. വോയിസ് സെയിം തന്നെയാന്ന് തോന്നുന്നു, ബട്ട് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളത് ചോദിക്കാൻ പറ്റും. ആൻഡ് നമുക്ക് എത്ര കോൺവെർസേഷൻ, എത്ര ടാസ്ക് വേണമെങ്കിലും കൊടുക്കാം, നല്ലപോലെ ചെയ്യും. അതേപോലെ ഈ ടൈമറിൻ്റെ ഒരു സംഭവം ഉണ്ട്. നമുക്കിപ്പോൾ ടൈമർ വെക്കുന്നതൊക്കെ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ ടൈമർ വെച്ചു. അതിന് UI അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ ഇവിടെ ഒരു നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒക്കെ തരുന്നൊരു ഭംഗിയുള്ള UI ആണ് വരുന്നത്. അതുപോലെ ക്യാമറ ആപ്പിൽ വരുമ്പോൾ പുതിയൊരു സിരി ടാബ് കൊടുത്തിട്ടുണ്ട്. വിഷ്വൽ ഇന്റലിജൻസ് അല്ലേ, സെയിം സംഭവം. പിന്നെ ഉള്ളത് കുറച്ച് അവർ ചേഞ്ചസ് നടത്തിയിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ സെറ്റിങ്സിൽ നോർമലി നമ്മൾ എല്ലാ സെറ്റിംഗ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിങ്സിൽ ക്യാമറ പോയിട്ട് ചേഞ്ച് ചെയ്യും. ഇവിടെ കുറച്ചുകൂടെ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അത് എക്സ്പോഷർ ഒക്കെ ഓൾറെഡി ഉള്ളതാണ്. റെസൊല്യൂഷൻ, ആസ്പെക്ട് റേഷ്യോ, അങ്ങനെ കുറച്ച് സംഭവം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ 1 ഹാൻഡഡ് മോഡാക്കിയിട്ടുണ്ട് ക്യാമറ. ഓക്കെ, അപ്പോൾ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ തന്നെ. അതായത് എല്ലാം കുറച്ചുകൂടെ 1 ഹാൻഡഡ് ആയിരിക്കും. ഇവിടെ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ മേലേക്കൊന്നും റീച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ ക്യാമറയിൽ ചേഞ്ചസ്. പിന്നെ ബാക്കിയെല്ലാം UI ഇംപ്രൂവ്മെന്റ്സ്, ലിക്വിഡ് ഗ്ലാസ്സിൽ മുന്നേ ഉണ്ടായ ബഗ് ഫിക്സസ് എല്ലാമാണ്. അപ്പോൾ അതിൽ മെയിൻ ഒരു സമയം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിത് ക്ലിയർ ആക്കിയെന്ന് വെച്ചോ. യാ ഇപ്പോൾ നമ്മൾ ക്യാമറ എടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പ് എടുത്തു, ഇവിടേക്ക് പോകുമ്പോൾ ഇവിടെ ആക്ച്വലി ഒരു ബഗ് ഉണ്ടായിരുന്നു, ഒരു സ്റ്റട്ടർ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും iOS 26 ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു ചെറിയ എന്താ പറയുക, ഒരു സെക്കൻഡ് എടുക്കും ഒന്ന് സെറ്റായി വരാൻ, എല്ലാം ഒന്ന് റണ്ടറായി വരാൻ. അത് ഇവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് കുറേ കാലം 26 ഒരു അപ്ഡേറ്റിലും അവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല, പക്ഷെ അവരത് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സെറ്റിങ്സിന്റെ ടാബ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ മൈന്യൂട്ട് ചേഞ്ചസ് ഉണ്ട്. പിന്നെ എല്ലാവരും നോട്ടീസ് ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ലൈഫ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് iOS 26 വെച്ച് നോക്കുമ്പോൾ. അതേപോലെ ഈ പഴയ ഓൾഡ് ഫോൺസ് ഉണ്ടല്ലോ, ഇപ്പോൾ iPhone 11, 12, 13, അതൊക്കെ ഈ ലിക്വിഡ് ഗ്ലാസ് കാരണം ഭയങ്കര സ്ലോ ആയിട്ടുണ്ടായിരുന്നു. സോ iOS 27 വന്നപ്പോൾ അവർ റാം മാനേജ്മെന്റ് എല്ലാം കൂടെ അടിപൊളിയാക്കിയിട്ട് എന്താ പറയാ, ഇത് കുറച്ചുകൂടെ യൂസബിൾ ആക്കിയിട്ടുണ്ട്. ഐ മീൻ കുറച്ചുകൂടെ UI സ്മൂത്ത് ആക്കി. ഫോൺസ് ആക്ച്വലി ഫാസ്റ്റർ ആയിട്ട് യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആരെങ്കിലും അങ്ങനെ ഓൾഡ് ഐഫോൺസ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ബുദ്ധിമുട്ട് ഫേസ് ഉണ്ടെങ്കിൽ iOS 27 വിൽ ഫിക്സ് ഇറ്റ്. സോ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ചേഞ്ചസിൽ വരുന്നത്. എനിക്കറിയാം ഒരു മൈനർ അപ്ഡേറ്റ് ആണ്, പക്ഷേ അത് UI എലമെന്റ്സിൽ മാത്രമാണ് മൈനർ അപ്ഡേറ്റ്. ആപ്പിൾ ഇന്റലിജൻസ് അവർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. അതേപോലെ ഫോൺ കുറച്ചുകൂടെ സ്മൂത്തും, ബഗ്സ് എല്ലാം ഫിക്സ് ചെയ്തു, ആൻഡ് ബാറ്ററി എല്ലാം ഒപ്റ്റിമൈസ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ദാൻ iOS 27 ആൻഡ് യാ മെനി വിൽ അഗ്രി ടു. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആരെങ്കിലും ബീറ്റ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? ബീറ്റയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. ആൻഡ് ഇത് പുതിയ ചാനലാണ്, കുറേ മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ടാവും. മാക്സിമം ചെറിയ ടൈമിൽ ഇതിലുള്ള മാറ്റങ്ങളൊക്കെ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്യാൻ, നമ്മളെ ഗ്രോ ചെയ്യാൻ. ഓക്കെ, iOS 27 അല്ലെങ്കിൽ iOS അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ജനറലി ടെക്കിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും ആണെങ്കിൽ പ്ലീസ് സപ്പോർട്ട്, സബ്സ്ക്രൈബ്. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു കളയാം. ഓരോ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.